നമസ്കാരം. കേസറിന്റെ 27ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ. നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ അതോറിറ്റി ഹൂസ് പെർമിഷൻ ഈസ് റിക്വയർഡ് ബൈ എ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഫോർ അക്സെപ്റ്റിംഗ് റെമ്യൂണറേഷൻ ഫോർ ഗിവിംഗ് ടോക്ക് ഓവർ ദി ഓൾ ഇന്ത്യ റേഡിയോ. ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു പ്രസംഗം നടത്തിയതിന്, ഒരു പ്രഭാഷണം നടത്തിയതിന് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് റെമ്യൂണറേഷൻ സ്വീകരിക്കണമെങ്കിൽ ആരുടെ അനുമതി വേണം? ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റാ, അപ്പൊ താഴെയുള്ളവർ പോരാ. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന് ഇതുപോലെ ഒരു പ്രഭാഷണം നടത്തിയതിന് അയാൾക്ക് ഒരു റെമ്യൂണറേഷൻ ഓൾ ഇന്ത്യ റേഡിയോന്ന് സ്വീകരിക്കണം. അങ്ങനെയെങ്കിൽ ആരുടെ അനുമതി വേണം? അപ്പോൾ അതിന്റെ ആൻസർ ഈസ് കൺസേൺഡ് സെക്രട്ടറി ടു ഗവൺമെന്റ്. നമുക്കറിയാം, ഗവൺമെന്റ് ആ ഒരു വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. അപ്പോൾ ഇവിടെ സെക്രട്ടറി ടു ഗവൺമെന്റിന്റെ അനുമതിയാണ് വേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ കൈൻഡ് ഓഫ് ലീവ് നോട്ട് റെക്കഗ്നൈസ്ഡ് ആസ് എ ലീവ്. ലീവ് ഒരു ലീവായിട്ട് അംഗീകരിക്കാത്ത ലീവ് ഏതാണ്? അങ്ങനെ ഒരു ലീവായിട്ട് കണക്കാക്കാത്ത ലീവ് എന്ന് പറയുന്നത് കാഷ്വൽ ലീവാണ്. കാഷ്വൽ ലീവിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കിയിരിക്കുന്നത്? ഡ്യൂട്ടി ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ദ ആൻസർ ഈസ് കാഷ്വൽ ലീവ്. The maximum number of casual leave eligible for teaching staff of educational institutions in a calendar year. Calendar year casual leave ടീച്ചേഴ്സിന് എത്ര? 15 ദിവസം. അടുത്ത ചോദ്യം: An employee recruited through Kerala Public Service Commission and joined duty on 1st December 2014 is eligible for casual leave in 2014. ഡിസംബർ 1 ഒരു ഉദ്യോഗസ്ഥൻ ജോയിൻ ചെയ്തു. ഡിസംബർ 1 ഒരു ഉദ്യോഗസ്ഥൻ ജോയിൻ ചെയ്തു. അപ്പൊ നമുക്കറിയാം, ഒരു കാഷ്വൽ ലീവ് അങ്ങനെയാണ്. അയാൾക്ക് എത്ര കാഷ്വൽ ലീവിന് അർഹതയുണ്ടെന്നാണ് ചോദ്യം. ഡിസംബർ 1 ജോയിൻ ചെയ്ത ഒരാളുടെ കാഷ്വൽ ലീവിന്റെ അർഹത ഡിസംബർ 31 എല്ലാവരുടെയും അവസാനിക്കും. കലണ്ടർ ഇയർ വെച്ചിട്ടാണ് കാഷ്വൽ ലീവ് കണക്കാക്കുക. അപ്പോൾ എന്നാലും ഇയാൾ ടീച്ചർ വിഭാഗത്തിൽ അല്ലെങ്കിൽ അയാൾക്ക് 20 കാഷ്വൽ ലീവിനും അർഹതയുണ്ട്. പക്ഷെ അത് അഡ്മിറ്റ് ചെയ്യുന്നത് അവിടുത്തെ DDO അല്ലെ ഹെഡ് ഓഫ് ഓഫീസ് ആണെങ്കിൽ പോലും അർഹത ഉണ്ട് എന്നതാണ് സത്യം. വേണമെങ്കിൽ ഇദ്ദേഹത്തിന്, അതായത് ഈ നമ്മൾ പറയുന്ന ഈ ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ ഹെഡ് ഓഫ് ഓഫീസിന് വേണമെങ്കിൽ 20 കൊടുക്കാം എന്നർത്ഥം. അല്ല, അയാള് 2 ലീവേ കൊടുക്കുകയുള്ളൂവെങ്കിൽ അതിനാരും ചോദ്യം ചെയ്യാനും കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കൈൻഡ് ഓഫ് ലീവ് that may be granted to an officer under suspension. സസ്പെൻഷനിലുള്ള ഒരു ഉദ്യോഗസ്ഥന് കൊടുക്കാൻ പറ്റുന്ന ലീവ് ഏതാണ്? അയാൾക്ക് അങ്ങനെ ഒരു ലീവും കൊടുക്കാൻ പാടില്ല എന്നാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ മാക്സിമം പീരീഡ് ഓഫ് ആബ്സെൻസ് കമ്പൈനിങ് കാഷ്വൽ ലീവ് വിത്ത് സൺഡേസ് ആൻഡ് അതർ ഓതറൈസ്ഡ് ഹോളിഡേയ്സ് അറ്റ് എ സ്ട്രെച്ച് ഫോർ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയിക്ക് കാഷ്വൽ ലീവും ഹോളിഡേയ്സും കൂടി ചേർന്ന് എടുക്കാവുന്ന ലീവ് പരമാവധി എത്ര ദിവസമാണ്? അത് 20 ദിവസമാണ്. നമുക്കറിയാം, നമ്മൾ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കാഷ്വൽ ലീവും ഹോളിഡേയ്സും കൂടി എത്ര പരമാവധി എടുക്കാവൂ? 15 ദിവസം എടുക്കാവൂ. എന്നാൽ ഡൽഹിയിലാണെങ്കിൽ, ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ നമുക്കത് 20 ദിവസം വരെ കാഷ്വൽ ലീവ് പ്ലസ് ഹോളിഡേയ്സ് 20 ദിവസം വരെ എടുക്കാം. 20 ദിവസം എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്ത ചോദ്യം: എ ഡിഡക്ഷൻ ദാറ്റ് ഷാൽ നോട്ട് ബി മെയ്ഡ് ഫ്രം ദ സബ്സിസ്റ്റൻസ് അലവൻസ് ഓഫ് ആൻ എംപ്ലോയി. അത് കുറെ പറഞ്ഞതാണ്, നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ മാക്സിമം പീരീഡ് ഓഫ് ഫോറിൻ സർവീസ് അറ്റ് എ ടൈം നോർമലി ഷാൽ നോട്ട് എക്സീഡ്. 5 വർഷം, പരമാവധി 5 വർഷം വരെ അനുവദിക്കാറുള്ളൂ. അടുത്ത ചോദ്യം: റിക്കവറി ഓഫ് പെൻഷൻ കോൺട്രിബ്യൂഷൻ in respect of a government servant on deputation to foreign service shall be 15% of the maximum of the scale of pay of the post from which deputation is sanctioned. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടേഷനിൽ ഫോറിൻ സർവീസിൽ പോയാൽ, അതായത് ഒരു അന്യത്ര സേവനത്തിൽ പോയാൽ, ഒരു പ്രൊജക്റ്റിലേക്കോ അങ്ങനെയുള്ള ഒരു സ്ഥാപനം, ഇപ്പോൾ ഒരു ടീച്ചർ BRCയിൽ പോയി, അതൊരു BRC എന്ന് പറയുന്ന ബ്ലോക്ക് റിസോഴ്സ് സെന്റർ, BRC അതായത് സർവശിക്ഷാ അഭിയാൻ. സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റാണ്. അതൊരു ഫോറിൻ സർവീസാണ്, സർവശിക്ഷാ അഭിയാനിലെ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോയാൽ അവിടെ ഈ
ഫോറിൻ സർവീസുകാർ ഈ പോയ ഉദ്യോഗസ്ഥന്റെ പെൻഷൻ കോൺട്രിബ്യൂഷൻ അവർ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. ആ പെൻഷൻ കോൺട്രിബ്യൂഷൻ എത്രയാണ് അടയ്ക്കേണ്ടതെന്ന ചോദ്യം. അത് 15%. 15% ഏതിന്റെ? ഇദ്ദേഹത്തിന്റെ സ്കെയിൽ ഓഫ് പേയുടെ മാക്സിമത്തിന്റെ 15%. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഇദ്ദേഹത്തിന് ഒരു സ്കെയിൽ ഓഫ് പേ ഉണ്ടാവും. ആ സ്കെയിൽ ഓഫ് പേയുടെ മാക്സിമത്തിന്റെ 15% ഇവിടെ അടയ്ക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An officer is granted hospital leave for 180 days. Leave salary equal to earned leave salary is admissible for a period of. ഒരു ഉദ്യോഗസ്ഥന് ഹോസ്പിറ്റൽ ലീവ് അനുവദിച്ചു 180 ഡേയ്സ്. എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇല്ലല്ലോ ഹോസ്പിറ്റൽ ലീവ്. നമുക്കറിയാം യൂണിഫോം സർവീസിലുള്ളവർക്കാണ് ഹോസ്പിറ്റൽ ലീവ് ഉള്ളത്. അങ്ങനെയെങ്കിൽ അത് ലീവ് സാലറി ഈക്വൽ ടു ഏൺ ലീവ് സാലറിക്ക് തുല്യമായ ദിവസം ഇത്ര ദിവസം വരെ കൊടുക്കുള്ളൂ. അത് 120 ഡേയ്സ് ആണ്. 180 ഡേയ്സ് സാങ്ഷൻ ആയാൽ 120 ഡേയ്സ് വരെ ഏൺ ലീവ് സാലറിക്ക് തുല്യമായ സംഖ്യ കൊടുക്കും എന്നാണ്. ഇനി അടുത്ത ചോദ്യം. The earned leave admissible in the first year of service to an officiating officer in a vacation department. വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ചോദ്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം. വെക്കേഷൻ ഉള്ള ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥന്, ഒരു ഒഫീഷ്യേറ്റിംഗ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന് ആദ്യ വർഷം എത്ര ഏൺ ലീവ് കൊടുക്കും? നമ്മൾ ഈ ആദ്യ വർഷം ഒന്ന് കേട്ടപാട് നമ്മൾ പറയും 1/22 ആണ്, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും. പക്ഷെ അടുത്തത് താഴെ ഒരു കാര്യം പറയുന്നുണ്ട്, അയാൾ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റാ. വെക്കേഷൻ ഉള്ള ഒരാൾക്ക് ഏൺ ലീവ് ഇല്ല സാധാരണഗതിയിൽ. വെക്കേഷനിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്താൽ മാത്രമേ അവർക്ക് ഏൺ ലീവ് കൊടുക്കുള്ളൂ. അപ്പോൾ ഹിയർ പിന്നെ എന്താണ്, ഏൺ ലീവ് ഈസ് നോട്ട് അഡ്മിസിബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർഡിനറി ലീവ് ഇൻക്ലൂഡ്സ്. ഓർഡിനറി ലീവിൽ വരുന്നത് ഏതാണ്? മെറ്റേണിറ്റി ലീവ് വരില്ല, ഡിസബിലിറ്റി ലീവ് വരില്ല, സ്റ്റഡി ലീവ് വരില്ല. ഇതൊക്കെ എക്സ്ട്രാ ഓർഡിനറി ലീവാണ്. ലീവ് നോട്ട് ഡ്യൂ ആണ് യഥാർത്ഥത്തിൽ ഇവിടെ തന്നിരിക്കുന്നതിലാണ് കേട്ടോ, തന്നിരിക്കുന്നതിൽ വെച്ച് ഓർഡിനറി ലീവിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രാൻസ്ഫർ ഷാൽ ബി ഹെൽഡ് ടു ഇൻവോൾവ് എ ചേഞ്ച് ഓഫ് സ്റ്റേഷൻ ഓൺലി ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പ്ലേസസ് ഈസ് നോട്ട് ലെസ് ദാൻ. ചേഞ്ച് ഓഫ് സ്റ്റേഷൻ എന്ന രീതിയിൽ ഒരു ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ ഈ രണ്ട് പ്ലേസസും തമ്മിലുള്ള ദൂരം എത്രയിൽ കുറയാൻ പാടില്ല? 8 കിലോമീറ്റർ കുറയാൻ പാടില്ല. 8 കിലോമീറ്ററിൽ കുറഞ്ഞാൽ നമുക്ക് ആ രണ്ട് ട്രാൻസ്ഫറിനെയും രണ്ട് പ്ലേസുകളെയും സെയിം സ്റ്റേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. ദ മാക്സിമം പീരീഡ് ഓഫ് ജോയിനിങ് ടൈം അഡ്മിസിബിൾ ടു ആൻ ഓഫീസർ ഇൻ കേസസ് ഇൻവോൾവിംഗ് എ ട്രാൻസ്ഫർ ഫ്രം വൺ സ്റ്റേഷൻ ടു അനദർ. അതിപ്പോ നമ്മൾ പറഞ്ഞതാണ്, 30 ദിവസമാണ് പരമാവധി ജോയിൻ ടൈം. The maximum period of leave for study purpose that can be granted for an officer who is ineligible for leave under Rule 88 or Rule 91. അയാൾക്ക് എത്ര LWA സ്റ്റഡി പർപ്പസിന് കൊടുക്കാമെന്നാണ് എൻ്റയർ സർവീസിലേക്ക് പരമാവധി 5 വർഷം വരെ കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം. 2 time scales are said to be identical. വേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A probationer whose probation is 2 years, an increment is annual ended, അദ്ദേഹം 1/9/2011 സർവീസ് കയറി. ആൻഡ് കംപ്ലീറ്റഡ് പ്രൊബേഷൻ 8/12/2013. ദ ഓഫീസർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഡ്രോ ഫസ്റ്റ് ഇൻക്രിമെന്റ് എന്ന് കൊടുക്കാമെന്ന്. 1/9/2011 കയറിയ ഒരാൾക്ക് ഫസ്റ്റ് ഇൻക്രിമെന്റ് എപ്പോൾ കൊടുക്കാം? 1/9/2012 കൊടുക്കാം. സിൻസ് ദ പ്രൊബേഷൻ പീരീഡ് ഈസ് 2 years. 1 വർഷമാണെങ്കിൽ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഇത് 2 വർഷം പ്രൊബേഷനാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ ഓഫ് ചേർന്ന മാസത്തിന്റെ ആദ്യത്തെ ദിവസം തന്നെ ഇൻക്രിമെന്റ് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഡ്വാൻസ് ഇൻക്രിമെന്റ്സ് ഫോർ മെറിറ്റോറിയസ് സർവീസ് ഷാൽ നോട്ട് ബി ഗ്രാൻഡഡ് ടു ഓഫീസേഴ്സ് ഡെപ്യൂട്ടഡ് ഫോർ ട്രെയിനിങ് കോഴ്സ്. ട്രെയിനിങ് കോഴ്സിന് ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്ന ഓഫീസർമാർക്ക് മെറിറ്റോറിയസ് സർവീസിന് ഉള്ള അഡ്വാൻസ് ഇൻക്രിമെന്റ് കൊടുക്കാൻ പാടില്ല. അടുത്ത ചോദ്യം. ദ ചാർജ് അലവൻസ് ഓഫ് എ നോൺ ഗസറ്റഡ് ഓഫീസർ ഫോർ ഹോൾഡിംഗ് ദ അഡീഷണൽ ചാർജ് ഓഫ് എ ഗസറ്റഡ് പോസ്റ്റ് വിൽ ബി. അതായത് ഒരു ഗസറ്റഡ് ഓഫീസറിന്റെ പോസ്റ്റ് ഒരു നോൺ ഗസറ്റഡ് ഓഫീസർ ചാർജ് എടുത്തു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഗവൺമെന്റ് ഹൈസ്കൂളിൽ
ഹെഡ് മാസ്റ്റർ ചുമതല അവിടുത്തെ സീനിയർ അധ്യാപകൻ ഏറ്റെടുത്തു. ഇപ്പൊ സീനിയർ അധ്യാപകൻ നോൺ ഗസറ്റഡ് ആണ്, ഹെഡ് മാസ്റ്റർ ഗസറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ പിന്നെ ചാർജ് അലവൻസ് ആരാ കൊടുക്കുക, സാങ്ഷൻ ആക്കേണ്ടതെന്ന്? അയാളുടെ ചാർജ് എടുത്ത ആൾ നോൺ ഗസറ്റഡ് ആയതുകൊണ്ട് അത് ഹെഡ് ഓഫ് ഓഫീസ് തന്നെ പാസ്സാക്കി കൊടുത്താൽ മതി. അതേസമയത്ത് ഗസറ്റഡ് ആയിരുന്നെങ്കിൽ അത് AGയുടെ ഓതറൈസേഷൻ വേണമായിരുന്നു. അടുത്ത ചോദ്യം, ദ ഇൻക്രിമെന്റ് ഓഫ് ആൻ ഓഫീസർ ഡ്രോയിങ് എ സബ്സ്റ്റാൻറ്റീവ് പേ ഓഫ് 16,980 ഫ്രം 1/3/2011 ഇൻ ദ സ്കെയിൽ ഓഫ് പേ വാസ് സ്റ്റോപ്ഡ് ഫോർ 2 years വിത്ത് ക്യുമുലേറ്റീവ് എഫക്റ്റ് ഇസ് പേ ഓൺ 1/3/2014 വിൽ ബി. അതാണ് 16,980 ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് 2011 2 വർഷത്തെ ക്യുമുലേറ്റീവ് എഫക്റ്റിൽ ഇൻക്രിമെന്റ് കട്ട് ചെയ്തു. അപ്പോൾ 1/3/2014 ഇയാളുടെ പേരേക്കും. അപ്പോൾ 11 ജോയിൻ ചെയ്ത ഒരാൾക്ക് 2 വർഷത്തേക്ക് കട്ട് ചെയ്ത് ഇൻക്രിമെന്റ് കൊടുത്തയാൾക്ക് 2 വർഷത്തേക്ക് ഇൻക്രിമെന്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് എഫക്റ്റിലാണ്. ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻക്രിമെന്റ് യാതൊരു കാരണവശാലും കട്ട് ചെയ്ത ഇൻക്രിമെന്റ് തിരിച്ചു കിട്ടില്ല എന്നർത്ഥം. ക്യുമുലേറ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ 12-ലും 13-ലും കട്ട് ചെയ്ത് ഇൻക്രിമെന്റ് മുഴുവനും കൂടി 14-ൽ കിട്ടും. 3 ഒരുമിച്ച് കിട്ടും. കാരണം 12-ലെ പൈസ കൊടുക്കില്ല, 13-ലെയും പൈസ കൊടുക്കില്ല, പക്ഷെ 14-ല് എല്ലാ ഇൻക്രിമെന്റ്. പക്ഷെ ക്യുമുലേറ്റീവ് എഫക്റ്റിൽ 12-ലും കൊടുക്കുന്നില്ല, 13-ലും കൊടുക്കുന്നില്ല. ആ 2 ഇൻക്രിമെന്റ് പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടുന്നില്ല. അപ്പൊ 2014 ഒരു ഇൻക്രിമെന്റ് കൂടെ കൊടുത്താൽ ഉള്ള പേ ആണ് അയാൾക്ക് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an officer under suspension died before conclusion of the discipline. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ഒരു സസ്പെൻഷനിലേക്ക് ഒരു ഉദ്യോഗസ്ഥൻ മരിച്ചു. അങ്ങനെ മരണപ്പെട്ടാൽ ആ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഒന്നും പൂർത്തിയാകുന്നതിന് മരണപ്പെട്ടാൽ ആ സസ്പെൻഷൻ പീരീഡ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? അപ്പോൾ ആ എൻക്വയറി ഫുൾ അവസാനിപ്പിച്ചു. ആ പീരീഡ് എല്ലാ പർപ്പസിനും, ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസ്, എല്ലാ പർപ്പസിനും ആ കാര്യം കൂട്ടുന്നതായിരിക്കും. ടെമ്പററി ട്രാൻസ്ഫർ മീൻസ്, ടെമ്പററി ട്രാൻസ്ഫർ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി 2 മാസം. 2 മാസത്തെ ട്രാൻസ്ഫറിനാണ് ടെമ്പററി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ ഡെയിലി അലവൻസ് അഡ്മിസിബിൾ ടു ആൻ ഓഫീസർ ഡെപ്യൂട്ടഡ് ഫോർ ട്രെയിനിങ് അറ്റ് ബോംബെ ഫോർ 54 days. നിങ്ങൾ കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണം. ടോട്ടൽ ഡെയിലി അലവൻസ് അഡ്മിസിബിൾ ടു ആൻ ഓഫീസർ ഡെപ്യൂട്ടഡ് ഫോർ ട്രെയിനിങ് അറ്റ് ബോംബെയിൽ 54 ദിവസത്തെ ട്രെയിനിങ് അയച്ച ഒരു ഉദ്യോഗസ്ഥന്റെ ഡെയിലി അലവൻസ് എത്രയായിരിക്കും നോക്കുക. നമ്മൾ ഈ ബോംബെ പോലുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, കേരളത്തിന് പുറത്തേക്കുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ട്രെയിനിങ്ങിന് അയച്ചാൽ ആദ്യത്തെ 30 ദിവസം അയാൾക്ക് ഫുൾ DA കിട്ടും. ബാക്കി വരുന്ന ദിവസങ്ങൾ, ബാക്കി ഇവിടെ 54 ദിവസം ആകെ 24 ദിവസമാണ് വരുന്നത്, അതിന് 3/4 DAയും കിട്ടും. 3/4 DA എന്ന് പറഞ്ഞാൽ 24-ന്റെ 3/4 18 DA. അപ്പോൾ 18ഉം 30ഉം 48 DA ആണ് ഇയാൾക്ക് ആകെ കിട്ടുക. DA എന്ന് പറഞ്ഞാൽ ഡെയിലി അലവൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 30 days ഓരോ ദിവസം ഓരോന്ന് ഫുള്ള് കിട്ടും. പിന്നെ വരുന്ന ദിവസങ്ങൾക്കൊക്കെ 3/4 DA ആണ്, 3/4 DA ആണ് കിട്ടുക. നെക്സ്റ്റ്, ഇഫ് എ grade 1 officer is provided with free lodging while on tour, he may draw daily allowance. ഗ്രേഡ് 1 ഓഫീസർക്ക് ഫ്രീ ലോഡ്ജിങ് കിട്ടി, താമസ സൗകര്യം മാത്രം കിട്ടി, ബോർഡിങ് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് അയാൾക്ക് എത്ര DA കൊടുക്കണം? 2/3 DA ആണ് കൊടുക്കേണ്ടത്. 2/3 DA കൊടുക്കണം ഒരു ദിവസം. ഫുൾ DA കൊടുക്കണ്ട, കാരണം ലോഡ്ജിങ് കിട്ടിയുണ്ട്. അടുത്ത ചോദ്യം, അഡീഷണൽ ഡെയിലി അലവൻസ് എൻറ്റൈറ്റിൽഡ് ടു ആൻ ഓഫീസർ വെൻ ട്രാവലിംഗ് ഇൻ ക്ലാസ് 1 ഹില്ലി ട്രാക്ക്. ക്ലാസ് 1 ഗ്രേഡ് 1 ഓഫീസർ ഹിൽ ട്രാക്കിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അയാൾക്ക് അഡീഷണൽ ആയിട്ട് ഡെയിലി അലവൻസ് എത്ര കൂടി കൊടുക്കാം? ഓർഡിനറി റേറ്റിന്റെ 25% കൂടി കൂട്ടിക്കൊടുക്കാം. എന്നാൽ 2A ഓഫീസർ ആണെങ്കിൽ അയാൾക്ക് 12.5 ഇരട്ടിയെ കൂട്ടിക്കൊടുക്കാൻ പറ്റും. ഡെയിലി അലവൻസിന്റെ 25% അഡീഷണൽ കൊടുക്കാം ഗ്രേഡ് 1 ഓഫീസർ ആണെങ്കിൽ. ഓക്കെ, ഹിൽ ട്രാക്ക് ഇപ്പോൾ വയനാട് പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് ഡെയിലി അലവൻസ് ടു ആൻ ഓഫീസർ ഹു സ്പെൻഡ്സ് പാർട്ട് ഓഫ് എ ഡേ ഇൻ എ ഹില്ലി ട്രാക്ട് ആൻഡ് പാർട്ട് ഇൻ എ പ്ലേസ് ടു വിച്ച് ഓർഡിനറി റേറ്റ് അപ്ലൈസ്. അങ്ങനെയാണ് അവർക്ക് റേറ്റ് എത്രയായിരിക്കും? അത് മനസ്സിലായല്ലോ. ഒരു ഉദ്യോഗസ്ഥൻ ഡെയിലി അലവൻസിൽ ഒരു ദിവസത്തിന്റെ കുറച്ചു ഭാഗം
ഹിൽ ട്രാക്കിലും ബാക്കി ഭാഗം ഓർഡിനറി റേറ്റിലുള്ള സ്ഥലത്തും ഹോൾട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാൾക്കുള്ള ഡെയിലി അലവൻസ് എങ്ങനെയായിരിക്കും? ഉത്തരം: ഈസ് ദ റേറ്റ് അപ്ലിക്കബിൾ ടു ദ പ്ലേസ് വേർ ഹി ഹോൾഡ്സ് ആഫ്റ്റർ ദ ജേർണി. ജേർണിക്ക് ശേഷം അയാൾ എവിടെയാണോ തങ്ങിയത് അവിടെ ഏതാണോ റേറ്റ്, ആ റേറ്റാണ് കൊടുക്കുക. യാത്ര കഴിഞ്ഞ് ഹിൽ ട്രാക്കിൽ അയാൾ ചെയ്തതെങ്കിൽ അയാൾക്ക് അവിടെയുള്ള റേറ്റ് കിട്ടും. അല്ല ഓർഡിനറി പ്ലേസിലാണ് തങ്ങിയതെങ്കിൽ അവിടെയുള്ള റേറ്റും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആൻ ഓഫീസർ പെർഫോമിംഗ് മോർ ദാൻ വൺ ജേർണി ഇൻ എ ഡേ മേ എക്സ്ചേഞ്ച് ദ ഡെയിലി അലവൻസ് ഫോർ മൈലേജ് അലവൻസ് ഇഫ്. അതായത് ഒരു ഉദ്യോഗസ്ഥന് ഡെയിലി അലവൻസിന് പകരം മൈലേജ് അലവൻസിലേക്ക് മാറാം. എങ്ങനെയാണെങ്കിൽ അദ്ദേഹം 32 കിലോമീറ്ററിന് കൂടുതൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഡെയിലി അലവൻസോ അല്ലെങ്കിൽ മൈലേജ് അലവൻസോ വാങ്ങാം. എന്താ മൈലേജ് അലവൻസ് എന്ന് പറഞ്ഞാൽ? മൈലേജ് അലവൻസ് എന്ന് പറയുന്നത് ഡെയിലി അലവൻസ് പ്ലസ് ഇൻസിഡന്റൽ എക്സ്പെൻസാണ്. അത് രണ്ടും കൂടെ കൂട്ടി വാങ്ങാം. അപ്പൊ അങ്ങനെ വാങ്ങണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയായിരിക്കണം? 32 കിലോമീറ്റർ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 32 കിലോമീറ്ററിന് മുകളിലാണ് യാത്രയെങ്കിൽ അയാൾക്ക് മൈലേജ് അലവൻസ് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. അല്ല ഡി എ മാത്രം മതിയെങ്കിൽ ഡി എ ക്ലെയിം ചെയ്യാം. ഓക്കെ, 32 കിലോമീറ്റർ അവിടെ പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ പറയുന്നു. The maximum number of times to an officer entitled to traveling allowance for journey as appears to ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെന്റൽ PSC പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗസ്ഥന് എത്ര തവണ TA കിട്ടും എന്നാണ് ചോദ്യം. മാക്സിമം 2 തവണ. തോറ്റ് കടന്നാൽ TA കിട്ടുന്നതല്ല. TA എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വലിയ വിഷമമാണ്. കാരണം TA എപ്പോഴും നമുക്ക് കിട്ടുന്നത് അലോട്ട്മെന്റ് ഉള്ളപ്പോഴാണ് TA കിട്ടാറുള്ളൂ. ഇപ്പോൾ പണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ അലോട്ട്മെന്റ് ഉണ്ടാവില്ല. എന്നാൽ റൂൾ അനുസരിച്ച് നമ്മൾ TA അർഹതയുണ്ട്. എത്ര തവണ? 2 തവണയ്ക്ക്. ഓക്കെ, 2 തവണ ഒബ്ലിഗേറ്ററി ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷ എഴുതാൻ പോകുന്നതിന് നമുക്ക് TA അഡ്മിസിബിൾ ആണ്. അടുത്ത ചോദ്യം: വെൻ ആൻ ഓഫീസർ ഓഫ് ദ ഫസ്റ്റ് ഗ്രേഡ് ട്രാവൽഡ് മോർ ദാൻ 200 കിലോമീറ്റേഴ്സ് എ ഡേ by special conveyance, the rate of mileage allowance admissible for the excess over 200 കിലോമീറ്റർ. ഒരു ഉദ്യോഗസ്ഥൻ ഗ്രേഡ് 1 ഓഫീസറാണ്, ഫസ്റ്റ് ഗ്രേഡ് ഓഫീസറാണ്, 200 കിലോമീറ്ററിന് മുകളിൽ സഞ്ചരിച്ചു. അങ്ങനെയെങ്കിൽ അയാൾക്ക് പ്രത്യേകമായിട്ട് ഈ 200-ന് മേലെ സഞ്ചരിക്കുന്നതിന് പ്രത്യേകമായിട്ട് കൊടുക്കുന്ന അലവൻസ് എന്താണ്? അതായത് നോർമൽ മൈലേജ് അലവൻസ്. അതായത് 200-നുള്ളിൽ എടുക്കുന്ന ഒരു നോർമൽ മൈലേജ് അലവൻസ് ഉണ്ടാവുമല്ലോ. ആ മൈലേജ് അലവൻസിന്റെ 3/4 കൂടി കൂട്ടിക്കൊടുക്കും 200 കിലോമീറ്റർ കടന്ന്. അതൊക്കെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ് കേട്ടോ. 200 കിലോമീറ്ററിന് മുകളിലാണ് യാത്ര ചെയ്തതെങ്കിൽ നമ്മൾ നോർമൽ മൈലേജ് അലവൻസിന്റെ 3/4 കൂടി 3/4 കൂടി കൂട്ടിക്കൊടുക്കും. Next question: if an officer dies while in service, the period within which the deceased officer family has to perform journey from his headquarters to his home to claim the traveling allowance. അതായത് ഒരു ഓഫീസർ സർവീസിൽ ഇരിക്കെ മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടാൽ അപ്പോൾ ഫാമിലിയൊക്കെ ഒരു സ്ഥലത്തായിരിക്കുമല്ലോ, ജോലി സ്ഥലത്തായിരിക്കുമല്ലോ ഉണ്ടാവുക. ആ ജോലി സ്ഥലത്ത് നിൽക്കുന്ന ഫാമിലിക്ക് TA ക്ലെയിം ചെയ്യാം. യഥാർത്ഥ സ്ഥലത്തേക്ക് എവിടെയാണോ അവരുടെ വീട് അങ്ങോട്ട് പോകാൻ വേണ്ടി TA ക്ലെയിം ചെയ്യാം. അത് deceased officer's family has to perform journey from his headquarters to his home. From his headquarters to his home. അതായത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന്, ഭർത്താവ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി, സ്വന്തം കുടുംബത്തിലേക്ക് പോകാൻ വേണ്ടി എന്ത് കിട്ടും? ഇപ്പം അവർ വാടകയ്ക്കൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. TA കിട്ടും. ആ TA എത്ര മാസത്തിനുള്ളിൽ അത് ക്ലെയിം ചെയ്യണമെന്നാണ്? 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെത്ത്. മരണത്തിന് ശേഷം 3 മാസത്തിനുള്ളിൽ അത് ക്ലെയിം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം: ദ പീരീഡ് വിത്തിൻ വിച്ച് എ റിട്ടയർഡ് ഓഫീസർ ഹാസ് ടു പെർഫോം ജേർണി ടു ദ പ്ലേസ് വേർ he proposes to settle down after retirement to enable him to avail transfer TA. അതായത് ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർമെന്റിന് ശേഷം താൻ റിട്ടയർമെന്റ് ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് TA കിട്ടും. അപ്പോൾ അത് എത്ര കാലത്തിനുള്ളിലാണ് കൊടുക്കേണ്ടത്? ആ ക്ലെയിം നടത്തേണ്ടത് 1 year ഫ്രം ദി ഡേറ്റ് ഓഫ് റിട്ടയർമെന്റ്.
റിട്ടയർ ചെയ്ത് 1 വർഷത്തിനുള്ളിൽ അത് ക്ലെയിം നടത്താവുന്നതാണ്. അടുത്ത ചോദ്യം, എ ഗ്രേഡ് 1 ഓഫീസർ ഓൺ ട്രാൻസ്ഫർ മേ ഡ്രോ ദി ആക്ച്വൽ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് എ മോട്ടോർ കാർ ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഒരു മോട്ടോർ കാർ കൊണ്ടുപോകുന്നതിനുള്ള യഥാർത്ഥ ചെലവ് ഒരു ഗ്രേഡ് 1 ഓഫീസർക്ക് ക്ലെയിം ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, അതായത് ട്രാൻസ്ഫർ ആയിരിക്കുന്ന ഡിസ്റ്റൻസ് 150 കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ഒരു മോട്ടോർ കാർ കൊണ്ടുപോകുന്നതിനുള്ള യഥാർത്ഥ ചെലവ്, ട്രാൻസ്പോർട്ടിംഗ് എ മോട്ടോർ കാർ, ക്ലെയിം ചെയ്യാമെന്നാ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഇയർ ഓഫ് ബർത്ത് ഓഫ് ആൻ ഓഫീസർ ഈസ് നോട്ട് ബട്ട് ദ എക്സാക്ട്, നമ്മൾ പറഞ്ഞതാണ് 1 ജൂലൈ ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല, ഇയർ അറിയാം, അങ്ങനെയെങ്കിൽ എല്ലാവരെയും നമ്മൾ ജൂലൈ 1 കണക്കാക്കുക. When recovery of excess payments made to an officer by mistake is deducted from, ഒരു പെൻഷനിൽ നിന്ന് റിക്കവറി നടത്തേണ്ടി വന്നാൽ അത് പരമാവധി എത്രയേ പറ്റുള്ളൂ എന്നാ, 10% ഓഫ് മന്ത്ലി പെൻഷൻ. ഒരു മന്ത്ലി പെൻഷന്റെ 10% കൂടുതൽ റിക്കവറി നടത്താൻ പാടില്ല. അടുത്ത ചോദ്യം, അൻ എംപ്ലോയി ഹൂ എൻഡഡ് സർവീസ് ഓൺ 15/6/2008 ഡൈഡ് ഓൺ 1/5/2014. 15/6/2008 ജോയിൻ ചെയ്തു, 1/5/2014 മരണപ്പെട്ടു. ദ ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി പേ ഔട്ട് ലീഗൽ ഹയേഴ്സ്, ലീഗൽ ഹയേഴ്സിന് എത്ര കൊടുക്കുന്നതാണ്. അപ്പൊ എത്ര വർഷമുണ്ട്? 5 വർഷത്തിൽ കൂടുതലുണ്ട്. 5 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ 12 മടങ്ങ് കൊടുക്കും. എന്തിന്റെ? പേ പ്ലസ് ഡിയുടെ 12 മടങ്ങാണ് കൊടുക്കുക. എന്ത് TCR, ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി. When an employee is allowed to retire voluntarily while on leave not due, the retirement shall be effective from. ഒരു ലീവ് നോട്ട് ഡ്യൂയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ വോളണ്ടറി റിട്ടയർ ചെയ്യാൻ അനുവദിച്ചാൽ ആ റിട്ടയർമെന്റ് എന്ന് മുതലാണ് എഫക്റ്റ് ആവുകയെന്ന് ഒരു സംശയമില്ല. ലീവ് നോട്ട് ഡ്യൂ തുടങ്ങുന്ന തീയതി മുതൽ തന്നെ എഫക്റ്റ് ആവും. കാരണം എന്താ? ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത് ഭാവിയിൽ തങ്ങൾക്കുണ്ടായിരിക്കാവുന്ന ലീവുകൾ കിട്ടുന്ന ലീവുകളിൽ നിന്ന് തട്ടിക്കിഴിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി എടുക്കുന്ന ലീവാണ് ലീവ് നോട്ട് ഡ്യൂ. അങ്ങനെ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തട്ടിക്കിഴിക്കാൻ ലീവുകളൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അയാൾ ലീവ് നോട്ട് ഡ്യൂ എടുത്ത ദിവസം മുതൽ റിട്ടയർ ആയതായിട്ട് കണക്കാക്കണം. ഞാൻ ഇവിടെ നിർത്താമെന്ന് തോന്നുന്നു. കൂടുതൽ സമയം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത വീഡിയോസിൽ കാണാം. വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.